ഗൈസ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഇത് ഒരു ആനിമി റിലേറ്റഡ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ചാനലാണ്, ഗെയിമിംഗ് ചാനൽ അല്ല. ഓക്കെ, നമ്മളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കളിക്കുന്ന ഗെയിം ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിലൊന്ന് ഫ്രീ ഫയറും മറ്റൊന്ന് BGMI ആണ്, അതായത് നമ്മുടെ PUBG. കൂടാതെ ഈ ഒരു ഗെയിംസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ പല ആനിമി കൊളാബറേഷൻസും വരാനുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീ ഫയറിലാണെങ്കിൽ അറ്റാക്ക് ഓൺ ടൈറ്റൻ, വൺ പഞ്ച് മാൻ, ഡീമൺ സ്ലെയർ പോലുള്ള ആനിമിയുടെ കൊളാബറേഷൻസും, ഇനി നേരെ നമ്മുടെ BGMI നോക്കിക്കഴിഞ്ഞാൽ ജുജുറ്റ്സു കൈസൻ, സ്പൈ ആൻഡ് ഫാമിലി, ഹണ്ടർ എക്സ് ഹണ്ടർ, ഡ്രാഗൺ ബോൾ തുടങ്ങിയ ആനിമയുടെയും കൊളാബറേഷൻ വന്നിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കളിക്കുന്ന ഗെയിം ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ഫ്രീ ഫയർ ആണ്. ഞാൻ ഈ ചാനലിൽ തന്നെ ഒരു പോൾ ചെയ്ത സമയത്ത് 91% ഫ്രീ ഫയർ കളിക്കുന്ന കൂട്ടുകാരാണ് ഇതിലുള്ളത്. എനിക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഫ്രീ ഫയറിൽ നറൂട്ടോയുടെ ഒരു കൊളാബറേഷൻ വന്നിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ സിറ്റുവേഷൻസ് കുറച്ച് മോശമായതുകൊണ്ട് അതിന്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എനിക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതിൽ ആദ്യം തന്നെ റിയലി സോറി. എന്നാൽ ഈ ഒരു ഫ്രീ ഫയറിൽ തന്നെ ചാപ്റ്റർ 2 എന്ന് പറഞ്ഞ് നറൂട്ടോ കൊളാബറേഷൻ വരുന്നു എന്ന് കേട്ടിരുന്നു. അതിന്റെ സത്യാവസ്ഥ എനിക്ക് അറിയില്ല. എന്നിരുന്നാലും ആ ഒരു സമയത്ത് നമുക്ക് അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. എന്നാൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ BGMI അറ്റാക്ക് ഓൺ ടൈറ്റൻ എന്ന് പറഞ്ഞിട്ടുള്ള ആനിമിയുടെ ഒരു കൊളാബറേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഞാൻ ഈ അറ്റാക്ക് ഓൺ ടൈറ്റൻ ആനിമി ഒന്നും കണ്ടിട്ടില്ല, BGMIയും കളിക്കാറില്ല, പിന്നെ എന്തിനിത് കാണണം? അതായത് ഒരു ഗെയിം ആനിമിയായിട്ട് കൊളാബ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ആനിമി റിലേറ്റഡ് ആയി എന്തൊക്കെ കാര്യങ്ങൾ ഗെയിമിൽ വരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമുക്ക് മനസ്സിലാക്കി വെക്കാം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ ആനിമെ പ്ലസ് ഗെയിം റിലേറ്റഡ് ആയി പറയുന്നത് കൊണ്ട് തന്നെ ഇവിടെ BGMI ആണ് ബെസ്റ്റ് ഗെയിം, അതുപോലെ ഫ്രീ ഫയർ ആണ് ബെസ്റ്റ് ഗെയിം എന്നൊന്നും ഞാൻ പറയുന്നില്ല. രണ്ട് ഗെയിമും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അടിപൊളിയാണ്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും വലിച്ചു നീട്ടുന്നില്ല, ഒട്ടും തന്നെ സമയം കളയാതെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ആദ്യം തന്നെ നമ്മുടെ BGMI നോക്കിക്കഴിഞ്ഞാൽ BGMIയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാപ്പാണ് ഇറാങ്കിൾ. ഈ ഒരു ഇറാങ്കിളുടെ ഒരു ഭാഗത്തായി അറ്റാക്ക് ഓൺ ടൈറ്റൻ സീരീസിൽ കാണിച്ചു തന്ന ആ ഒരു കൊളാസൽ ടൈറ്റൻ വരികയും ആ ഒരു ടൈറ്റനെ എതിർത്ത് നിന്നുകൊണ്ട് കുറച്ച് ഷിപ്സ് ഫൈറ്റ് ചെയ്യുന്ന രീതിയിലും നമുക്ക് ഇവിടെ ഒരു സംഭവം കാണിച്ചു തരുന്നുണ്ട്. ഈ ഒരു അറ്റാക്ക് ഓൺ ടൈറ്റൻ എന്ന സീരീസിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാടധികം ടൈറ്റൻസിനെ കാണാൻ സാധിക്കും. അതിലൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ടൈറ്റൻ ആണ് ഈ ഒരു കൊളാസൽ ടൈറ്റൻ. അപ്പോൾ ഈ ഒരു BGMI മാപ്പിൽ കാണിച്ചു തന്ന ആ ഒരു ചെറിയ വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടു നോക്ക്. ഇനി BGMIയിൽ വന്ന മറ്റൊരു സംഭവമാണ് ഓഡിയം ഗിയർ. ഇത് നമുക്ക് സീരീസിലുള്ളത് നോക്കാം. അതായത് ഈ ഒരു അറ്റാക്ക് ഓൺ ടൈറ്റൻ സീരീസിലുള്ള ഈ ഒരു വേൾഡിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാടധികം ടൈറ്റൻസ് ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരും. അപ്പോൾ ഈ ഒരു ടൈറ്റനെയൊക്കെ എതിർത്ത് നിൽക്കാനുള്ള ഒരു വെപ്പണാണ് ഈ ഒരു ഓഡിയം ഗിയർ എന്ന് പറയുന്നത്. ഈ ഒരു ഓഡിയം ഗിയറിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു കേബിൾ പോലുള്ള ഒരു സംഭവം കാണാൻ സാധിക്കും. അതായത് നമ്മുടെ സ്പൈഡർമാൻ ആ ഒരു വല വെച്ച് പറക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ ഓഡിയം ഗിയർ വെച്ച് ഇവിടെ പറക്കാൻ സാധിക്കും. അതുപോലെ കുറച്ചുകൂടി വേഗത്തിൽ പറക്കാൻ വേണ്ടി ഗ്യാസ് സിലിണ്ടേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് കുറച്ച് സമയം ഇവർ അറ്റാക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഗ്യാസ് തീർന്നു കഴിഞ്ഞാൽ പിന്നെയും റീഫിൽ ചെയ്യേണ്ടി വരും. അതുകൂടാതെ ഈ ഒരു ടൈറ്റനെ എതിർത്ത് നിൽക്കാൻ വേണ്ടി ഇതിൽ തന്നെ 2 സോർഡ്സും ഘടിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു 2 വാൾ വെച്ചാണ് ആ ഒരു ടൈറ്റൻസിനെയൊക്കെ ഡിഫീറ്റ് ചെയ്യേണ്ടത്. അതായത് ഈ ഒരു അറ്റാക്ക് ഓൺ ടൈറ്റൻ എന്ന സീരീസിലുള്ള ഈ ഒരു ടൈറ്റൻസിനെ കൊല്ലണമെങ്കിൽ ടൈറ്റൻസിന്റെ കഴുത്തിന്റെ പുറകിലായിട്ടാണ് ഇതിന്റെ വീക്ക് പോയിന്റ് വരുന്നത്. അവിടെ വെട്ടിക്കഴിഞ്ഞാൽ ടൈറ്റൻസിനെ ഡിഫീറ്റ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. ഇതിനു വേണ്ടിയാണ് ഓഡിയം ഗിയറിൽ ആ ഒരു 2 ബ്ലേഡ്സും കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു സംഭവം നമ്മൾ BGMIയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സീരീസിൽ എങ്ങനെയാണോ കണ്ടത് അതുപോലെ ഇവിടെ ഓഡിയം ഗിയർ വെച്ച്
പറക്കാൻ സാധിക്കും. കൂടാതെ ഇവിടെ തൊട്ടടുത്തായി ഓഡിയം ഗിയറിൽ എത്രത്തോളം ഗ്യാസ് ഉണ്ട് എന്ന കാര്യവും ഇവിടെ സൈഡിലായിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഓഡിയം ഗിയർ വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് പറന്ന് ആ ഒരു ഗ്യാസ് തീർന്നു കഴിഞ്ഞാൽ ഈ ഒരു മാപ്പിൽ തന്നെ സീരീസിലുള്ളത് പോലെ തന്നെ അത് റീഫില്ല് ചെയ്യാനും സാധിക്കും. കൂടാതെ ആ ഒരു ഓഡിയം ഗിയറിലുള്ള ബ്ലേഡ്സ് വെച്ച് എനിമിയെ അറ്റാക്ക് ചെയ്യാനും കൂടാതെ ടൈറ്റൻ ഫോമിലേക്ക് മാറിയിട്ടുള്ള എനിമിയെ ഡിഫീറ്റ് ചെയ്യാനും ഇത് വെച്ച് കഴിയും. ഇനി അടുത്തതാണ് ടൈറ്റൻ സിറം. അതായത് നമ്മുടെ ഈ ഒരു സീരീസിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാടധികം ടൈറ്റൻസിനെ കാണാൻ സാധിക്കും. അതായത് നമ്മുടെ നോർമൽ ടൈറ്റൻ, കാർട്ട് ടൈറ്റൻ, ജോ ടൈറ്റൻ, അറ്റാക്ക് ടൈറ്റൻ, ആർമേർഡ് ടൈറ്റൻ, ബീസ്റ്റ് ടൈറ്റൻ, വാർഹാമേർഡ് ടൈറ്റൻ, കൊളാസിയൽ ടൈറ്റൻ തുടങ്ങിയൊക്കെ സീരീസിലുണ്ട്. ഈ ഒരു ടൈറ്റൻസ് ഒക്കെ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻസ് ആണ്. ഹ്യൂമൻസിന് ഈ ഒരു ടൈറ്റൻ ഫോമിലേക്ക് മാറണമെങ്കിൽ ഒരു ടൈറ്റൻ സിറത്തിന്റെ ആവശ്യമുണ്ട്. അതായത് ഈ ഒരു സിറം ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എപ്പോ വേണമെങ്കിലും ആ ഒരു ടൈറ്റൻ ഫോമിലേക്ക് മാറാൻ സാധിക്കും. അതായത് നമ്മുടെ സീരീസിലെ മെയിൻ പ്രോട്ടഗോണിസ്റ്റ് ആയിട്ടുള്ള എറിൻ യേഗൻ ട്രാൻസ്ഫോം ചെയ്യുന്ന ആ ഒരു ടൈറ്റൻ ആണ് അറ്റാക്ക് ടൈറ്റൻ. ഓക്കെ, ഇനി നമുക്ക് ഡയറക്റ്റ് ഗെയിമിൽ നോക്കിക്കഴിഞ്ഞാൽ മാപ്പിന്റെ പല ഭാഗത്തായിട്ടും ഈ ഒരു സിറം നമുക്ക് കാണാൻ സാധിക്കും. അത് വെച്ച് നോർമൽ ടൈറ്റൻ ഫോമിലേക്കും എനിമിക്കും അല്ലെങ്കിൽ നമുക്കും മാറാൻ സാധിക്കും. എന്നാൽ ഈ ഒരു ടൈറ്റൻ സിറത്തിൽ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടൈറ്റൻ സിറമാണ് അറ്റാക്ക് ടൈറ്റൻ സിറം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഈ ഒരു സീരീസിലെ മെയിൻ പ്രോട്ടഗോണിസ്റ്റ് ട്രാൻസ്ഫോം ആവുന്ന ആ ഒരു ടൈറ്റനിലും ഇവിടെ മാറാൻ സാധിക്കും. ഗെയിം കളിക്കുന്ന സമയത്ത് ഈ ഒരു സിറം കിട്ടാൻ കുറച്ച് പണിയാണ്. കൂടാതെ ഈ ഒരു ടൈറ്റൻ ഫോമിന് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് കൂടുതലാണ്. ഈ ഒരു ഗെയിം കളിക്കുന്ന സമയത്ത് ഈ ഒരു ടൈറ്റൻ ഫോമിലേക്ക് മാറി എനിമിയെ അറ്റാക്ക് ചെയ്യാനും ടീമേറ്റിനെ എടുത്തിട്ട് മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനും സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു അറ്റാക്ക് ഓൺ ടൈറ്റൻ സീരീസുമായി ബന്ധപ്പെട്ട് മാപ്പിൽ 2 സ്ഥലങ്ങൾ കൂടി കാണിച്ചു തന്നിട്ടുണ്ട്. അതായത് നമ്മുടെ സീരീസിൽ നോക്കിക്കഴിഞ്ഞാൽ ആർമിനും ടീമും ആ ഒരു ടൈറ്റൻ വന്ന കോട്ട എവിടെയാണെന്ന് തപ്പിപ്പിടിച്ച് പോയി അത് കണ്ടുപിടിക്കാൻ സാധിക്കാതെ അന്ന് രാത്രി ഇവർ ഒരു പൊട്ടിപ്പൊഴിഞ്ഞ കോട്ടയിലേക്ക് പോകുന്നുണ്ട്. അവിടെ എത്തിയ സമയത്ത് ഒരുപാടധികം ടൈറ്റൻസ് ഇവരെ ആക്രമിക്കുകയും അവിടെ നിന്നും ഒട്ടും പ്രതീക്ഷിക്കാതെ ഇവരുടെ കൂട്ടത്തിലുണ്ടായ എമീർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീമെയിൽ ക്യാരക്ടർ ടൈറ്റൻ ഫോമിലേക്ക് മാറുന്നതും അതുകൂടാതെ ഈ ഒരു കോട്ടയ്ക്കുള്ളിൽ ടൈറ്റൻസ് കയറി റെയ്നർ കോണും ഒക്കെ ചേർന്ന് ആ ഒരു ടൈറ്റനെ എതിർത്ത് നിൽക്കുന്ന രംഗങ്ങളൊക്കെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് സീരീസിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അതായത് സീരീസിൽ തന്നെ അത്യാവശ്യം അടിപൊളിയായിട്ടൊരു ഭാഗമാണ് ഇത്. നമ്മൾ ഗെയിമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സീരീസിൽ എങ്ങനെയാണോ ആ ഒരു കോട്ടയൊക്കെ ഉള്ളത് അതുപോലെ മാപ്പിൽ ഇവിടെ കറക്റ്റ് ആയിട്ട് അവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. അതായത് ആ ഒരു കോട്ടയുടെ മുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ കോട്ടയുടെ ഉള്ളിലേക്ക് കയറുന്ന ഭാഗങ്ങളൊക്കെ അത്രയധികം ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഗെയിമിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ BGMAയുടെ ഈ ഒരു മാപ്പിൽ എറിൻ യേഗറിന്റെ ആ ഒരു വീടും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. അതായത് ആ ഒരു എറിൻ യേഗറിന്റെ ഫാദർ സീക്രട്ട് ആയിട്ട് വെച്ചിട്ടുള്ള ഒരു ലാബ് ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഞാനിവിടെ അധികം കൂടുതലായിട്ട് പറയുന്നില്ല. സീരീസ് കാണാത്തവർക്ക് ഇത് നല്ലതുപോലെ സ്പോയിലർ ആവാൻ ചാൻസ് ഉണ്ട്. മാപ്പിൽ വന്നിട്ടുള്ള ഈ ഒരു സ്ഥലങ്ങളൊക്കെ അത്യാവശ്യം അടിപൊളിയായിട്ടും നല്ല ഡീറ്റെയിൽ ആയിട്ടാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇനി ഓവറോൾ BGMAയിൽ മാപ്പിൽ കളിക്കുന്ന സമയത്തുള്ള സംഭവങ്ങളൊക്കെയാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇനി ഈ ഒരു അറ്റാക്ക് ഓൺ ടൈറ്റനുമായി ബന്ധപ്പെട്ട് പർച്ചേസ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഫ്രീ ഫയറിൽ ഡയമണ്ട് വെച്ചിട്ടല്ലേ ഓരോന്ന് പർച്ചേസ് ചെയ്യുന്നത്, അതുപോലെ ഇവിടെ UC ആണ് ഉള്ളത്. ഈ ഒരു UC പർച്ചേസ് ചെയ്താണ് നമ്മൾ ഓരോ സംഭവങ്ങളൊക്കെ കളക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യേണ്ടത്. ഇവിടെ അറ്റാക്ക് ഓൺ ടൈറ്റനുമായി ബന്ധപ്പെട്ട് 3 സംഭവങ്ങളാണ് ഉള്ളത്. ഒരു പ്രൈസ് പാത്തും 2 ലക്കി സ്പിന്നും. ആദ്യം തന്നെ ഈ ഒരു പ്രൈസ് പാത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആർമേർഡ് ടൈറ്റന്റെ ഒരു ഔട്ട്ഫിറ്റും അതുപോലെ തന്നെ ഒരു ഇമോട്ടും ഒരു പാരച്യൂട്ടിന്റെ സ്കിന്നും കൂടാതെ ഒരു കുതിരയുടെ സ്കിന്നും പിന്നെയും ഒരു ഇമോട്ടും ഡാസിയ എന്ന് പറഞ്ഞിട്ടുള്ള കാറിന്റെ സ്കിന്നും അതുപോലെ ഈ ഒരു സ്കിന്ന് നോക്കിക്കഴിഞ്ഞാൽ സീരീസിൽ കാർട്ട് ടൈറ്റൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈറ്റൻ ഉണ്ട്. ആ ഒരു ടൈറ്റന്റെ രൂപത്തിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള സ്കിന്നാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അത് കൂടാതെ അറ്റാക്ക് ഓൺ ടൈറ്റൻ എന്ന സീരീസിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ക്യാപ്റ്റൻ ലിവൈ. പുള്ളിക്കാരന്റെ വോയിസ് പാക്കും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ 2 എണ്ണം ഇവിടെ കേൾപ്പിച്ചു തരാം. അതുപോലെ തന്നെ ഈ പ്രൈസ് പാത്തിന്റെ അവസാനം ക്യാപ്റ്റൻ ലീവയുടെ ഔട്ട്ഫിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്യാപ്റ്റൻ ലീവൈ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറിനെ കുറിച്ച് ഞാനിവിടെ കൂടുതലായിട്ട് പറയുന്നില്ല. അറ്റാക്ക് ഓൺ ടൈറ്റൻ സീരീസ് കണ്ടവരിൽ ഏറ്റവും ഫേവറേറ്റ് ക്യാരക്ടർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്യാപ്റ്റൻ ലീവൈ ആയിരിക്കും. അത്രത്തോളം ഒരു ഇമ്പാക്ട് നമുക്കൊക്കെ ആ ഒരു ക്യാരക്ടർ തന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പ്രൈസ് പാത്ത് എടുത്ത് ആ ഒരു ക്യാപ്റ്റൻ ലീവയുടെ ഔട്ട്ഫിറ്റ് എടുത്തിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഔട്ട്ഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2 രീതിയിൽ മാറ്റാൻ സാധിക്കും. ഒന്ന്, ആ ഒരു ഔട്ട്ഫിറ്റ് ഗെയിമിൽ വന്നാൽ എങ്ങനെ ഉണ്ടാവുമോ അതുപോലെ. രണ്ടാമത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സീരീസിൽ ആ ഒരു 2D 3D രീതിയിലല്ലേ കാണുന്നത്, അതുപോലെയും ഈ ഒരു ഔട്ട്ഫിറ്റിനെ നമുക്ക് മാറ്റാൻ സാധിക്കും. ഇത് ഈ ഒരു ക്യാപ്റ്റൻ ലീവയുടെ ഔട്ട്ഫിറ്റിന് മാത്രമല്ല ബാക്കിയുള്ള എല്ലാ ഔട്ട്ഫിറ്റും ഇതുപോലെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ സീരീസുമായിട്ട് ബന്ധപ്പെട്ട് പ്രൈസ് പാത്തിലുള്ള കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. ഇനി ലക്കി സ്പിന്നിൽ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ലക്കി സ്പിൻ എടുക്കുകയാണെങ്കിൽ നമ്മുടെ മെയിൻ പ്രോട്ടോഗോണിസ്റ്റ് ആയിട്ടുള്ള എറിൻ യേഗറിന്റെ ഔട്ട്ഫിറ്റ് കാണാൻ സാധിക്കും. ഈ ഒരു ഔട്ട്ഫിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 2D എന്ന രീതിയിലും നമുക്ക് മാറ്റാൻ സാധിക്കും. കൂടാതെ അറ്റാക്ക് ടൈറ്റന്റെ ഔട്ട്ഫിറ്റും അതുപോലെ തന്നെ എല്ലാവരുടെ ഫേവറേറ്റ് ഫീമെയിൽ ക്യാരക്ടർ ആയിട്ടുള്ള മിക്കാസയുടെ ഔട്ട്ഫിറ്റും ഈ ഒരു
ടൈറ്റൻ സീരീസിലുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ടൈറ്റൻ ആണ് വാർ ഹാമേർഡ് ടൈറ്റൻ. ആ ഒരു ടൈറ്റന്റെ തീമിൽ വരുന്ന ഒരു ഹെൽമെറ്റും ഒരു ഗ്ലൈഡറും അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സോഡും നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെയാണ് ഫസ്റ്റ് ലക്കി സ്പിന്നിൽ നമുക്കുള്ളത്. ഇനി രണ്ടാമത്തെ ലക്കി സ്പിൻ എടുത്തു കഴിഞ്ഞാൽ ആർമിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറിന്റെ ഔട്ട്ഫിറ്റും ഈ ആർമിൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ ട്രാൻസ്ഫോം ആവുന്ന കൊളാസൽ ടൈറ്റന്റെ ആ ഒരു ഔട്ട്ഫിറ്റും BGMAയിലുള്ള എല്ലാവരും യൂസ് ചെയ്യുന്ന M4 ഗണ്ണിന്റെ ഒരു ഗൺ സ്കിന്നും അതുപോലെ തന്നെ ഒരു കാറിന്റെ സ്കിന്നും ഒരു ബാക്ക് പാക്കും ലാസ്റ്റ് ഒരു ഇമോട്ടും ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അറ്റാക്ക് ഓൺ ടൈറ്റൻ എന്ന് പറഞ്ഞിട്ടുള്ള സീരീസും BGMA ആയിട്ട് കൊളാബ് ചെയ്ത സമയത്ത് ഇത്രയൊക്കെ സംഭവങ്ങളാണ് സീരീസിന്റെ ഭാഗമായിട്ട് ഗെയിമിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫ്യൂച്ചറിൽ ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ നമുക്ക് ഇനിയും ചെയ്യാം. കൂടാതെ ആനിമയുടെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാടധികം ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പറ്റുമെങ്കിൽ ഫ്യൂച്ചറിൽ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ആനിമയായിട്ട് ബന്ധപ്പെട്ട് ഈ ഗെയിംസിലൊക്കെ ഇത് വരുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഫ്രീ ഫയറിൽ നറൂട്ടോ കൊളാബറേഷൻ പിന്നെയും വരുമോ എന്ന് അറിയില്ല. വരുന്നുണ്ടെങ്കിൽ ഞാൻ അതിനുവേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു വീഡിയോയുമായി പിന്നെ വരാം.